ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 46. അപ്പോൾ ഇന്നും ഹോട്ടൽ ടാസ്കിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ എപ്പിസോഡിൽ കാണുന്നത്. സോ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് റിയാസ് സലീം പുതിയ ഗസ്റ്റാണ്. പുതിയ ഗസ്റ്റ് കയറുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഗസ്റ്റുകൾ ആ വീട്ടിലുണ്ട്. ലൈവ് കണ്ട സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അരോചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കണ്ടെങ്ങനെ തീർത്തത് ആ ഒരു സെഗ്മെന്റ് എന്നുള്ളത് എനിക്ക് ഒരു അല്ല, റിയാസ് ഉള്ളതല്ല, മറ്റോരൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഷിയാസ് ആദ്യം പെട്ടിയെടുത്ത് ഓടി. ശോഭ അവിടെ നിൽക്കുകയാണ്. 36 പെട്ടി കിട്ടിയിട്ടില്ല, സാരി കിട്ടാതെ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. ഷിയാസ് ഒരു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള ഒരു അടിയാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. മാത്രല്ല ഇത് ഇവരെ ഗസ്റ്റിന്റെ ടൈം കഴിഞ്ഞോട് ഷിയാസ് എന്തോ തീർത്തു. ഷിയാസ് ഓടി രക്ഷപ്പെട്ടു. ഷിയാസ് അതിന്റെ രസം എന്താ അറിയോ, ബിഗ് ബോസ് കുടുങ്ങി. ഷിയാസ് ഒരു വഴിക്കും അങ്ങോട്ട് പോണു, ശോഭ അപ്പുറത്തെ വഴിക്ക് കുളിക്കാൻ പോകുന്നു. എന്നിട്ട് ഇതിനിടയിൽ കിടന്നിട്ട് ആ ടാസ്കിന്റെ കുറെ ആ വൈബ് ഉണ്ടല്ലോ, അതാ റിയാസ് സലീമിന്റെ ഒരു എൻട്രി. പ്ലസ് റിയാസ് സലീമിനെ എല്ലാവരും കാണുന്നത് എങ്ങനെയാ, റിയാസ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളവർക്ക് തന്നെ നെഞ്ചെടുപ്പാ. കാണുന്ന പ്രേക്ഷകർക്ക് നമുക്ക് മോനെ ഇതാ വരുന്നു ഗെയിം ചേഞ്ചർ ഈ സാധനം. നമുക്ക് റിയാസിന്റെ എൻട്രി ഉണ്ടല്ലോ, ഒരുമാതിരി വെള്ളത്തിൽ വരച്ച വരയിപ്പോയി, ഒരു ഗുമ്പും കിട്ടിയില്ല. ആകെ മൊത്തം അലമ്പിന്റെ കൂടാരായിപ്പോയി റിയാസിന്റെ എൻട്രി. എനിക്ക് തോന്നി റിയാസ് ഒരു കൺഫ്യൂസ്ഡ് ആയി പോയി എന്നുള്ളത്. മൊത്തത്തിൽ ആകെ അലമ്പും കഞ്ഞിയായിട്ട് ആ പരിപാടി ആകെ സ്കീം പരിപാടി. റിയാസിന് വന്നപ്പോഴത്തേക്ക് ആകെ സീനായി. അത് ശരിക്കും എന്താ പറയുക, ഇവരെ ഇറങ്ങിയതിന് ശേഷം റിയാസ് കയറേണ്ടി. എനിക്കതാ തോന്നി, ഇവരെ ഇറങ്ങിയതിന് ശേഷം റിയാസ് കയറിയിരുന്നെങ്കിൽ അതൊന്നും കൂടി ഒന്ന് സെറ്റ് ആയിരുന്നു. അത് ഒരു ടൈമൊക്കെ കൊടുത്തിട്ട് പിന്നെ മാത്രല്ല, ഇറങ്ങി പോവാൻ നേരത്ത് ശോഭയും നമ്മുടെ ഷിയാസും ക്ലൂ മാറി എറിഞ്ഞിട്ടാ പോയത്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ആർക്കും കൊടുക്കാറില്ല, എല്ലാവർക്കും ക്ലൂ കൊടുത്തിട്ടുണ്ട് എല്ലാവരും. പക്ഷെ എന്താ അറിയോ, ഇവർക്ക് ഇത് കിട്ടിയിട്ടും കാര്യമില്ലേ. ഈ ക്ലൂ ഒന്നും കിട്ടിയാലും ഇത് പ്രത്യേകിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രം അല്ലേ ഒരു ഐഡിയ ഉണ്ടെന്നൊന്നും എനിക്ക് ഇവർക്ക് തോന്നുന്നില്ല. ചില ആളുകൾക്കുണ്ട്, ചില ആളുകൾക്ക് അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വിശ്വസിക്കില്ല അവര്. അതിലിപ്പോ അനീഷും മറ്റേ ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കോംബോവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അല്ല എല്ലാവർക്കും ഓൾമോസ്റ്റ്, അതായത് ഇപ്പൊ ഒരു ബിഗ് ബോസിന്റെ നോർമൽ സിനാരിയോ വെച്ച് നോക്കുമ്പോ വളരെ കറക്റ്റ് ആയിട്ട് സംഗതികളൊക്കെ, അതായത് ബിഗ് ബോസിന്റെ ഒരു സിനാരിയോ വെച്ച് നോക്കുമ്പോ ശരിക്കും പുറത്തുനിന്നുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുക നമ്മളെ വീട്ടുകാർ വരുമ്പോഴാണ്. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്ലൂ വീട്ടുകാർ എന്താണെങ്കിലും തരും. പഴയ കണ്ടസ്റ്റൻസ് വരുന്ന പറഞ്ഞാൽ പിന്നെ അത് ഫിനാലേന്റെ ടൈമിലാണ്. അതല്ല, ഫാമിലി കയറുമ്പോ എന്താ അറിയോ, ഫാമിലി കയറുമ്പോൾ കൃത്യമായി അറിയും. ഒരു 60-65 ദിവസമൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നത് അപ്പോഴാണ്. പക്ഷെ അത് ഇവർക്ക് എന്തായി, ഈ 40-47 ദിവസം തന്നെ ആ സാധനം അവർക്ക് കിട്ടി. ഇനിയിപ്പോൾ അത് വെച്ച് കളിക്കുന്നവർ കഴിച്ചിലാവുന്നേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഇവർ കുറച്ച് സ്റ്റാർ കൊടുത്ത സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അപാരമായ തല്ലും അടി അതിനകത്ത്. അതായത് ഗസ്റ്റാന്ന് തന്നെ അവർക്ക് തോന്നലില്ല, അവർ വയൽക്കാട് മാതിരിയാണ് കയറി അതിനകത്ത് ഇരുന്നത്. പിന്നെ അവരുടെ ഇടയിൽ നിന്ന് ഈ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഏത് ലെവലിലും അടിയുണ്ടാക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തീർത്തല്ല്. ഹോട്ടലിന് വരെ ഒരു ചന്തയാക്കി മാറ്റിയിട്ട് എല്ലാവരും കൂടി. അതായത് ചന്ത മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ബഹളം നടക്കുന്ന ഒരു സ്ഥലം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്താണ് ബഹളം നടക്കില്ലല്ലോ. അത് പറയില്ല, അതെന്തായാലും ഹോട്ടലിൽ ചെന്നാൽ പോലും ഇതിനേക്കാൾ അടിപൊളിയായിട്ടാണ്. ഒരു 5 സ്റ്റാർ തട്ടുകൾ ഇതിലും സൂപ്പറാവും. ഇതൊരു 5 സ്റ്റാർ ചന്ത എന്ന് പറയും അതിനകത്ത്. ആ രീതിയിലാണ് അതിനകത്ത് സാധനങ്ങൾ ഡീൽ ചെയ്തത്. പിന്നെ സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടി, അങ്ങനെ അരോചകമായിട്ട് ഒരു ക്രിഞ്ച് സിനിമ കാണില്ലേ നമ്മള്, ഒരു ക്രിഞ്ച് ഫെസ്റ്റ് സിനിമ കണ്ട പോലെ ഒന്നും തോന്നിയില്ല. അങ്ങനെ ഹോട്ടൽ ഫീൽ എന്തായാലും കിട്ടണില്ല. അതിനിടയിൽ ഒരാവശ്യമില്ലാതെ റനാ ഫാത്തിമേന്റെ ഗർഭം, ഇതൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട് ഈ സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അത് അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നാലും അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. അതുമില്ല ഒരു ഇതില് എനിക്ക് തോന്നുന്നത് ഈ സാധനത്തില് ഒന്നും ചെയ്തില്ലെങ്കിലും, അത് ഒരു പണി എടുത്തില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും വൃത്തിയായിട്ട് ടാസ്ക് ചെയ്തത് ഇപ്പൊ നോക്കുമ്പോ അനീഷ് ഷാനവാസ് അലമ്പാണ്. സാബുമാനും അഭിലാഷും നോറി അലമ്പില്ല. അവർക്ക് ഏൽപ്പിച്ച ജോലി എന്തിന്റെ പേരിലാണെങ്കിൽ അത് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തു. അലമ്പില്ല, അറഗൻസ് ഇല്ല, കുത്തിത്തിരിപ്പില്ല, ഒന്നുമില്ല. പിന്നെ അതില് ഫൺ ആക്കണത് എനിക്ക് പിന്നെ അനീഷും ഷാനവാസും ആര്യന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും ആര്യനും ഒരു സൈഡിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഗതി മണ്ടത്തരം കാണിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. പക്ഷെ ഒനീൽ എന്നല്ല, അഭിലാഷ്, നൂറ, സാബുമാൻ
കൃത്യമായി അവർക്ക് കൊടുത്ത ടാസ്കുകൾ അവർ ചെയ്തു, വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. അതൊരു വളരെ വെടിപ്പായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാബുമാൻ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള മറ്റേ സഹതാപ തരംഗം ഓടുന്നുണ്ട് ആ റീല്, കട്ട് റീലേ. അത് ആക്ച്വലി എന്താ അറിയോ, ബിഗ് ബോസ് കൊടുത്തൊരു പണി, 8ന്റെ പണി ഓനത് പണിയായിട്ട് തന്നെ മേടിച്ച് വെച്ചു എന്നുള്ളതാണ് അതിന്റെ വിഷയം. ശരിക്കും ആ ക്യാരക്ടറിന് കണ്ടുകൊണ്ട് ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യും. മനസ്സിലായി? ആ ക്യാരക്ടറിന്റെ സൂപ്പർ പവർ ഒക്കെ ഡിഫൈൻ ചെയ്യും, മാജിക്കൽ പവർ ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോഴാവും ഓന് മനസ്സിലാവും സ്റ്റിക്കിന് ശരിക്കും പവർ ഇല്ലേ. എല്ലാത്തിനും പവർ ഉണ്ട്. പറഞ്ഞു കൊടുത്തുണ്ടോ എല്ലാരും പിടിച്ചാണ്. ഞാൻ കുറെ നോക്കുമ്പോൾ ശോഭേന്റെ ഗോല് ഈ അവസ്ഥയിൽ ഇരുന്ന സാധനം ഇങ്ങനെ ഇരുന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു റിയാസ് സലീം കയറി. റിയാസ് സലീം കയറിയതിനു ശേഷം പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തേക്ക് നോക്കിയ അവസ്ഥയാണ്. മലയാളം പറഞ്ഞവര് വരെ ഇംഗ്ലീഷായി. ഇംഗ്ലീഷാണോ പറഞ്ഞ ഡൗട്ടുണ്ട്. എന്തിനകത്ത് നടന്നേ? റിയാസാണ് കയറിയതിനു ശേഷം ഒന്ന് ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട്, എന്ത് ഇത് ഹോട്ടൽ ടാസ്ക് ആണ് മോനെ, ഇത് ഹോട്ടൽ ടാസ്ക് ആയിട്ട് തന്നെ കളിക്കണം, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയമല്ല എന്ന് പറഞ്ഞിട്ട് റിയാസിന് ഒരു സൈഡിൽ കൂടി ബിഗ് ബോസ് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ റിയാസ് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. റിയാസ് അതിന്റെ ഉള്ളിൽ വന്നിട്ട് ഒട്ടും എന്താ പറയാ ഈ ഒരു പരിപാടിക്കാ വന്നെന്നുള്ള ഒരു ബോധമില്ലാതെയാണ് റിയാസ് ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ട് അതിനകത്ത് കയറിയിട്ട് ആദ്യം മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ് ലക്ഷ്മിക്കിട്ടാണ് റിയാസ് അടിക്കാൻ പോണത്. അത് ലക്ഷ്മിയെ എക്സ്പെക്റ്റഡ് ആണ്. ഒനിയില് കൃത്യമായിട്ട് ലക്ഷ്മിയുടെ ചെവി പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കാന്നുള്ളത്. ഇനി അതല്ല, ഇനി പോണ ഗസ്റ്റ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഷീ ഈസ് എക്സ്പെക്ടിങ് ഇറ്റ്. മാത്രല്ല ഇന്ന് റിയാസ് വന്നതിന്റെ ശേഷം അവിടെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് എനിക്ക് ഇഷ്ടമാണ് ലക്ഷ്മിക്കാണ്. ലക്ഷ്മി എന്താ അറിയോ, ഞാൻ ലക്ഷ്മിന്റെ UK ലക്ഷ്മി നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, ആ സാധനം ഐറ്റം എന്താണ് പൊട്ടിയത്. അതായത് റിയാസ് സാധാരണ ഇതൊരു എതിരാളിയെ അടിക്കാറ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടാ. ഏത് ഇംഗ്ലീഷ് ആ ഒരു അടി തിരിച്ച് കറക്റ്റ് മറുപടി ആലോചന പരിപാടികളൊന്നുമില്ല. കറക്റ്റ് മറുപടി റിയാസിനൊന്നും പറയാൻ കിട്ടാത്ത അവസ്ഥയാണ്. റിയാസ് 2-3 സ്ഥലങ്ങളിൽ ഇപ്പൊ റിയാസ് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു, എന്റെ ടാസ്ക് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വിളിച്ചപ്പോ 2 ഇന്റർവ്യൂ പുറത്തേക്കാണ് പോയി. റിയാസ് ഒരു സീസണിലും അങ്ങനെ ഒരാളെ പിന്നാലെ പോകാത്ത, റിയാസ് ഇറങ്ങി പിന്നാലെ പോയി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, അതാണ് ചോദിച്ചത്. ഞാൻ എന്താ ചെയ്യണ്ടേ, എന്നോട് പറഞ്ഞില്ല. അത് ശരിയാക്കാലോ, വളരെ ക്ലീൻ ആയിട്ട്. എനിക്ക് തോന്നുന്നു റിയാസിന്റെ സ്ട്രാറ്റജി അവിടെ പൊട്ടി. റിയാസ് ശരിക്കും ചെയ്യേണ്ട എന്താ, റിയാസ് പ്ലാൻ ചെയ്ത് വന്ന ഗെയിം ഉറപ്പായിട്ടും പൊട്ടി. അത് പൊട്ടാൻ വേറെ റീസൺ ഉണ്ട്. ഈ ഷിയാസും ശോഭയും കയറിയപ്പോ ആദ്യം അവിടെ ഒരു അടി കഴിഞ്ഞപ്പോ ലക്ഷ്മി ഈസ് എക്സ്പെക്ടിങ് ഇറ്റ്. പിന്നെ മാത്രല്ല വീട്ടിലുള്ള മണ്ടന്മാരുടെ അവസ്ഥ അവിടെയാണ് അഖിൽമാരവർ പറഞ്ഞത് പോയിന്റ് ആവുന്നത്. ഏത് സ്വന്തം വീട്ടിനകത്ത് കയറിയ ഗസ്റ്റുകള് സ്വന്തം സീസണിന്റെ അകത്തുള്ള ആൾക്കാരെ ഇട്ട് വരട്ടുമ്പോ ഓക്കെ, ആ ഇഷ്യൂ അവിടെ ഉണ്ട്, അത് അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. ഏത് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നത് മറ്റേ റോബിനെതിരെ ഇവനൊക്കെ ജോഷിയൊക്കെ വിഷ്ണു ജോഷിയൊക്കെ ഇത് ഞങ്ങളെ സീസണാന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇത് നിന്റെ സീസണാണ്, ഇത് ഞങ്ങളെ സീസണാന്ന് പറഞ്ഞ സാധനം പറഞ്ഞത് വിഷ്ണു ജോഷിയൊക്കെ. ഇവരൊക്കെ എന്താ പറയാ, ലക്ഷ്മിനെ ആരെങ്കിലും വന്ന് അടിച്ചിട്ട് പോയിക്കോട്ടെ. അവരാദ്യം മുതലേ അങ്ങനെയാണ്, ആ ഒരു സ്റ്റബേൺ സാധനമാണ് അവര്. മനസ്സിലായോ? അവര് കൂടുതലൊന്നുമില്ല, ഉള്ള സാധനം അതിമൊന്നും മാറുന്നുമില്ല. ആ ഒരു പ്രശ്നങ്ങളൊന്നും അവർ ഉണ്ടാക്കിയില്ലെങ്കിൽ അടിപൊളി കണ്ടസ്റ്റന്റ്. ആ പ്രശ്നം ഗുരുതരമായ പ്രശ്നമാണ്. ആ പ്രശ്നം ഭയങ്കര ഗുരുതരം. ആ പ്രശ്നം മാറ്റി നിർത്തിയിട്ടുള്ള സംഗതികളാണ്. ആ പ്രശ്നം ഒരിക്കലും ഞാൻ എൻഡോസ് ചെയ്യില്ല. ആ പ്രശ്നം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ആ 2 പ്രശ്നം മാറ്റി വെച്ച ഒനീലിനെതിരുള്ള പ്രശ്നം വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ കാര്യം, ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിൽക്കാം. ഏത് അവർക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ആ വീട്ടിൽ പറ്റാതിരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിയാസ് ഒക്കെ പറയുന്ന സാധനം ഇവര് അംഗീകരിക്കണം, അങ്ങനെയാണെന്ന് അതെങ്ങനെ പറയാൻ പറ്റുക? രണ്ടഭിപ്രായവും. അതായത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അംഗീകരിക്കേണ്ടാത്തവർക്ക് അംഗീകരിക്കാതിരിക്കാം. പക്ഷെ അതിലെ തെറ്റ് ഇത്രയും എസ്കലേറ്റ് ആവാൻ കാരണം അംഗീകരിക്കേണ്ട എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. അംഗീകരിക്കാതെ ഇരുന്നിട്ട് വീട്ടിൽ കയറ്റരുത് എന്ന് പറയുമ്പോ അത് ബാക്കി സൊസൈറ്റിയിലുള്ള ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി അതിലൊരു ഡിബേറ്റ് കൊണ്ടുവരാനുള്ള ഒരു ക്വാളിറ്റിയാണ് എപ്പോഴും ഞാൻ റിയാസിൽ കണ്ടിരുന്നത്. ബട്ട് അത് അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഇന്നത്തെ രീതിയിലൊന്നും അവര് മോശമായിട്ട് പിന്നെ മാത്രമല്ല ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ, ഹെവി പിആറിംഗ് ആണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ലക്ഷ്മിക്ക് കേറിയ ദിവസം മുതൽ ഇങ്ങോട്ട് ഇത്രത്തോളം PR നല്ല പണി. അതായത് ഇപ്പൊ ഞാൻ
കുറെ കാലമായല്ലോ നമ്മൾ യൂട്യൂബ് വീഡിയോസും പരിപാടിയും ഈ സോഷ്യൽ മീഡിയ. അതായത് ഇപ്രാവശ്യം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇവര് കേറിയപ്പോ ലക്ഷ്മി പോസിറ്റീവ് ആണെന്ന് കണ്ടു തുടങ്ങിയപ്പോ ഹെവി ആയിട്ട് PR തുടങ്ങി. അതായത് ഈ സീസണിൽ ഒരു 1-2 ദിവസം കൊണ്ട് ഞാൻ പറയാ PR ഉണ്ടായിക്കോട്ടെ, ഞാൻ PR കുറ്റം പറയുന്നതല്ല, 2 ദിവസം കൊണ്ട് ആ PRന്റെ ഫേസ് ചേഞ്ച് ചെയ്യുക. അതായത് ഇതുവരെ ലക്ഷ്മിന്റെ ഒരു പോസിറ്റീവ് കണ്ടന്റ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഈവൻ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ വരെ ഊക്കി അടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീലുകൾ വരാൻ തുടങ്ങി, ഏഷ്യാനെറ്റിനെതിരെ വരാൻ തുടങ്ങി, ലാലേട്ടനെതിരെ വരാൻ തുടങ്ങി, ഏഷ്യാനെറ്റ് എന്നിട്ടൊരു പോസ്റ്റ് മുക്കി. അല്ല, അതൊന്നാമത് അവര് മുന്നുണ്ടായിരുന്ന 2 പ്രശ്നങ്ങളും വായിക്കാൻ വേണ്ടിട്ടാണ് PR കൂടുതൽ എക്സ്ട്രാ പണി എടുക്കുന്നത്. എക്സ്ട്രാ പണിയില്ല, മറ്റേ മലപ്പണി. അതായത് റിയാസ് സലീം വന്നപ്പോ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. റിയാസ് വന്ന സമയത്ത് ആദില നോറയ്ക്കല്ല ഹേറ്റ് കൊടുക്കണത്, റിയാസിന് കൊടുത്തിട്ട് ആ കോൺസെപ്റ്റിനാണ് കൊടുക്കണത്. മനസ്സിലായോ? ആ LGBTQ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ഇതിനെതിരെയാണ്. ഈ ആ ഒരു സംഗതിക്കെതിരെ അവരെന്തായി, ആ കമ്മ്യൂണിറ്റി സാധനത്തിനെതിരെ ആണ് എന്ത് പോകുന്നത്, ഈ എൻറ്റയർ വർക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ PR വർക്ക് കൊടുക്കാം, ഞാൻ അതിലൊരു തെറ്റും പറയുന്നില്ല. അഗ്രസീവ് PRing ആൻഡ് വേറൊരാളെ എന്താ പറയുക അഗ്രസീവ് PR ചെയ്തിട്ട് അയാൾ ചെയ്യാത്തൊരു ആക്ടിന് മുകളിൽ അയാൾ എന്ത് ചെയ്യരുത്, വീഴ്ത്തി കളയരുത് എന്നുള്ളൊരു സംഗതിയേ ഉള്ളൂ. പിന്നെ കാണുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതേ ചാനലിൽ ഞാൻ ലക്ഷ്മി എന്റെ 7 അയൽവക്കത്ത് അടുപ്പിക്കില്ല എന്ന് പറയാം, ഞാനത് ഇപ്പോഴും പറയുന്നു. പക്ഷെ അവർ ചെയ്ത ഇന്നത്തെ കളി, ഇന്നത്തെ ടാസ്ക് അവര് കിടിലായിട്ട് ചെയ്തു. അവര് ഓവർഷാഡോ ചെയ്തു. ആക്ച്വലി ഇന്നത്തെ ടാസ്കിന് അവർക്ക് വേറെ PRന്റെ ആവശ്യമൊന്നുമില്ല, അവരെന്നെ കറക്റ്റ് ആയിട്ട്. അതായത് അവര് GMന് വേണ്ട ബോസി ആക്ട് മൊത്തം അവരെ ഉണ്ടായിരുന്നു. അവര് ലിറ്ററലി റിയാസ് ബ്ലഡിലുള്ളതാണ് ആ ബോസി ആക്ട് ഉള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിലാരും അതുപോലെ കറക്റ്റ് ആയിട്ട് അവർ ആ ക്യാരക്ടർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചെയ്ത ഒരാളുണ്ട്, കറക്റ്റ് ക്യാരക്ടർ ചെയ്ത ഒരാള്. ആര്യനോ? അല്ല, ജീവിച്ച ഒരാളുണ്ട് ക്യാരക്ടർ. അല്ല, അനുമോൾ പണി അല്ല, അനുമോള് പണി എടുത്തിട്ടുണ്ട് കേട്ടോ. അനുമോൾ സൈഡ് ആവാൻ കാരണം വേറെ കാര്യം, അനുമോൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. എനിക്കത് ജെന്യൂൻ ആയിട്ടാണ് തോന്നിയത്. അനുമോളെ ഹെൽത്ത് ഇഷ്യൂ എനിക്കില്ല. അനുമോൾക്ക് പീരിയഡിന്റെ പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി പലരും, ആരും ഇന്നലെ കാല് കെട്ടി നടന്നിരുന്നു, ഒരാൾ ഗർഭം കൊണ്ട് കിടക്കണു. അങ്ങനെ കുറെ ആക്ടുകൾ നടത്തുമ്പോ അനുമോളിന്ന് ഒരു സൈഡ് പോയി കരയണൊക്കെ ഉണ്ടായിരുന്നു. അത് ലൈവിൽ എത്ര പേര് ശ്രദ്ധിച്ചു എനിക്കറിയില്ല. കരഞ്ഞിട്ട് പിന്നെയും തിരിഞ്ഞിട്ട് പിന്നെയും പണിയെടുക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു പെയിൻ വെച്ച് പണിയെടുക്കുന്ന പോലെ എനിക്ക് ഒരു ഫീലിംഗ് തോന്നുന്നു. ഓക്കെ, അത് ഞാൻ ആ ലൈവ് കണ്ടിരുന്നോണ്ട് ഒരു പക്ഷെ എനിക്കത് കിട്ടിയതായിരിക്കണം, എനിക്ക് തോന്നുന്നത് അതാണ്. പിന്നെ ജിഷിനും കുഴപ്പമില്ലാതെ പണിയെടുത്തുട്ടോ അല്ലേ. എന്താ പറയുക, ഈ കിച്ചൺ ടാസ്ക് പറയുമ്പോൾ നമ്മളും വളരെ ലൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ എന്ത് കിട്ടും, അപ്രിസിയേഷൻ കിട്ടും. പക്ഷെ ഞാൻ ഓണസ്റ്റ്ലി പറയാം, ഞാൻ ഇതേ ടാസ്കിൽ കിച്ചണിൽ നിന്ന ഒരാളാണ്. നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഈ 18 പേർക്കും ഫുഡ് ഉണ്ടാക്കി കിച്ചണിൽ നിന്നാണ്ടല്ലോ, നട്ടല് റബ്ബറാവും. ഒന്നില്ല ഉപ്പിട്ട സാധനം, കാരണം അയാള് ഷെഫ് ആയതുകൊണ്ടാണ് അത് അഗ്രഷൻ വരാൻ കാരണം അയാൾ ഷെഫാണ്, അതുകൊണ്ടാണ്. അല്ല, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള്. രാവിലെ റിയാസിന്റെ കാര്യങ്ങൾ ലക്ഷ്മി എൻഡോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ റിയാസ് വിട്ടും ചെയ്തു. അത് റിയാസിനെ പറയണേ, അത് റിയാസിന്റെ ബ്രില്യൻസ് ആണ്. ലക്ഷ്മി റെസ്പോണ്ട് ചെയ്യുന്നില്ല, ലക്ഷ്മി റെസ്പോണ്ട് ചെയ്യുന്നില്ല, ലക്ഷ്മി ഒരു സാധനത്തിൽ നിന്നും തിരുന്നുന്നില്ല എന്ന് കണ്ടപ്പോ ലക്ഷ്മിക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ എന്ത് ചെയ്തു, ലക്ഷ്മിക്ക് ഇട്ടുള്ള ഒരു അടിയായിട്ട് ബാക്കിയുള്ളവർക്ക് ലക്ഷ്മിനായിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ നന്നായിട്ടാണ്. ഒനീലിന് കൊടുത്തതും ഷാനവാസിനും അനീഷിനൊക്കെ കൊടുത്തത് ലക്ഷ്മിക്കുള്ള പണിയായിരുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തത്. അതെ, ആര്യനെ വെച്ചിട്ട് ആര്യനെ ടൂളാക്കി നല്ല പരിപാടി. കംപ്ലൈന്റ് പോകുന്നത് GMന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടി പണിഞ്ഞു വിട്ടു. അതേപോലെ ഇന്ന് ഈ ചെങ്ങായി എജാതി ഓർബിറ്റിംഗ് ആണ് നമ്മളെ നെവിനെ മാറി നിക്ക് ഒരു തള്ളി വിടുന്നുണ്ട് റിയാസ് വന്നത് മുതൽ ഈച്ച ചക്ക കണ്ട മാതിരി കൂടുണ്ട്. പിടിച്ചിട്ട് നെവിനെ അടുപ്പിക്കുന്നുള്ളു. റിയാസ് അടുപ്പിക്കാതെ വിടുന്നുണ്ട് നെവിനെ. എനിക്കൊന്ന് നെവിനെ പകരം എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ആര്യനെ നല്ല രീതിയിൽ അടുപ്പിച്ചിട്ടുണ്ട്. ആര്യൻ ഗിസ ഇത് സത്യം പറയും. ലാലേട്ടൻ ഒരു കാര്യം ചെയ്യും, ലാലേട്ടൻ ഈ വീക്കെൻഡിൽ ആളൊന്നൊക്കെ ഒരു ഡിക്ഷണറി കൊണ്ടുപോയി കൊടുക്കുക, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. എന്നിട്ട് ഫുൾ എന്താ പറയുക, ഇവർക്ക് അങ്ങനെ ഒരു പണി കൊടുക്കണം. ആളൊന്നൊക്കെ ഒരു ഡിക്ഷണറി കൊണ്ടുപോയി കൊടുത്തിട്ട്
ആ ഡിക്ഷണറി നോക്കിയിട്ട് അതിലെല്ലാ പേജും അല്ലേ പഠിച്ചെഴുതി അടുത്ത വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഒരു 10 വാക്ക് പറയിപ്പിക്കും. അല്ല അത് നല്ല എന്ത് ഇത് കാണുന്ന പ്രേക്ഷകർ. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ നമ്മൾ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ആരെയാ? വീട്ടമ്മമാര്, മലയാളി പ്രേക്ഷകരുടെ വീട്ടമ്മമാരും കുട്ടികളും അങ്ങനെയാണ് പറയുന്നത്. എടേ ഓക്കെ, ഇത് ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് വെറുത്തതാണോ എന്ന് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസ് പറഞ്ഞു നിർത്തിയതാ തോന്നുന്നുണ്ട്. എനിക്കതിന് ഇതില് എപ്പിസോഡിൽ കാണാനായിട്ടായിരിക്കും. ബിഗ് ബോസിനാണെങ്കിലും പറഞ്ഞ ഒരു ഇതുണ്ടാവില്ല, എത്ര വെച്ചിട്ടാ പറയാ, തല്ലാനൊന്നും പറ്റില്ലല്ലോ. ഒപ്പമുള്ള കണ്ടസ്റ്റൻസ് പറയുമ്പോൾ അവരൊന്നും കേൾക്കണില്ല. ഫുള്ള് അവര് ഒന്നിലും വിട്ടുവാക്കില്ല രീതിയിലാണ് ഓപ്പോസിറ്റ്. ഗിസേലിന്റെ കാര്യം നമുക്കറിയാം, ഗിസേലിന് മലയാളം സീനാണ്, എന്നാലും ഗിസേൽ എന്നാലും പറയും. എനിക്ക് തോന്നുന്നു ഓവറായത് റിയാസ് വന്നതിന്റെ ശേഷമാണ്. റിയാസ് ഓവറായി ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇംഗ്ലീഷായി. ഒനീല്, റിയാസ്, ആര്യൻ, ഇവൻ നെവിൻ, അക്ബർ ഹിന്ദിയാണ്. ഹിന്ദിയാ പഠിച്ചത്. അക്ബർ ഒന്ന് മാറ്റി പിടിച്ച്, അക്ബർ ഹിന്ദി പഠിച്ച്. അങ്ങനെ വേണ്ട ഇംഗ്ലീഷ് മയങ്ങളാണ് ഇതോടെ നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ രാവിലെ അനീഷിന്റെ വക ഫുൾ ഷോ. അനീഷ് മറ്റേ സാധനം, ഞാൻ പറഞ്ഞിട്ടേ പോകൂ. സമരല്ല, ഇവരെല്ലാരും കൂടി ഇരുന്ന സമയത്ത് ഇവർക്ക് രണ്ടാക്കും ഷാനവാസിനും അനീഷിനും എന്തോ പറയണം. ഇന്റെ മോളെ ഇജാതി മറ്റേ കോണത്ത് മേപ്പം കുടുങ്ങിയ അവസ്ഥ. ലാസ്റ്റ് അക്ബർ ഒറ്റയ്ക്ക് പോയിരുന്നാണ് ഞാൻ കേട്ടോണ്ട് ഈ അനീഷിന്റെ ഗെയിമാണ്. ഈ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഇവര് സത്യം അല്ല, ഇന്ന് ഇതിൽ കാണിച്ചില്ല, എപ്പിസോഡിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അതെന്താ പറയുക, ഈ അനീഷിന് ഇനി അത് കട്ട് വരും, എപ്പിസോഡിൽ അനീഷിന് അത് മാറും. കാരണം അനീഷിനെ റിപ്പീറ്റ് ചെയ്ത് ആ സാധനം കാണിക്കുമ്പോൾ അരോചകമാവും എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇതെങ്ങനെ ഈ ലെങ്തി സാധനം കാണിക്കും? ഈ സാധനം എവിടുന്ന തുടങ്ങുന്നതോ, 1 മണിക്ക് തുടങ്ങിയ 2:30 ഇരുന്നേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നിർത്തണില്ലല്ലോ ചങ്ങായി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരിക്കും ഇയാൾക്കൊരു നെഗ് അടിക്കുണ്ടോ? ഇയാളെ ഗെയിം അത് ബാക്ക് പോവാൻ. കാരണം ഇയാളുടെ ഒരു കോൺവെർസേഷൻ ഇത്ര ലെങ്തി ആകുമ്പോൾ ഒരിക്കലും അത് എന്താ പറയുക, ഇവർക്ക് എപ്പിസോഡ് കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇയാള് ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട്. ഇയാളിപ്പോ എന്താ വെച്ചാൽ അവരെപ്പം കൂട്ടുകൂടണൊക്കെ കണ്ടില്ലേ. അതിൽ ആലേട്ടൻ വന്ന് പറഞ്ഞു ഓപ്പൺ ആകുമോ, അതെ ഷാനവാസിനെ ഏറ്റെടുത്താണ്ട് ഇതാക്കിയാണ്. പിന്നെ അതിനിടയിൽ സ്റ്റാർ കൊടുക്കുന്നതിന്റെ ഇടയിൽ വൻ സീൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിട്ട് പോകാന്നുള്ള പ്ലാനിൽ ഒന്നീലൊന്ന് എക്സ്ട്രാ പോയി. പിന്നെ അനുമോള് പണിയെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പൊരിഞ്ഞ കച്ചറിയായിട്ട് കൊടുത്ത അത് ഒന്നീൽ എന്തിനാ തിരിച്ചു കൊടുത്തേ? ഒന്നീലിനെ തിരിച്ചു കൊടുക്കുന്ന കാര്യമില്ല. ഒന്നീല് പറയാണ് ഞാൻ തരില്ല, എനിക്ക് തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളിയില്ലേ, എല്ലാം ഒറ്റ ടക്ക് തന്നെ നടന്നുകൊണ്ട് ഒനീലിന് അത് ചിന്തിക്കാനുള്ള ടൈം കിട്ടിയില്ല. അല്ല, അത് മാത്രല്ല, ഒനീലിന് ചില സമയത്ത് ഒരു എക്സ്ട്രാ ജെന്റിൽമാൻ കളി ഉണ്ട്, മനസ്സിലായോ? ഒനീലിനൊരു ജെന്റിൽമാൻ കളി ഉണ്ട്, അഭിലാഷിനൊരു നന്മമരം കളി ഉണ്ട്. അഭിലാഷ് കിട്ടിയ സാധനം ആർക്കും കൊണ്ടുപോയി വെച്ചുകൊടുത്ത് ഒനീലിന് വെച്ചുകൊടുക്കാൻ നോക്കി. അഭിലാഷ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കളി ഭയങ്കരമായിട്ട് ഓടുണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടി അല്ല, എനിക്ക് തോന്നുന്നു അഭിലാഷിന്റെ ബോഡി ലാംഗ്വേജ് പറയട്ടെ, അഭിലാഷ് തളർന്നിട്ടുണ്ട്. അഭിലാഷിനെ കണ്ടില്ലേ? ഷാനവാസ് പിന്നെ കുറച്ച് അഗ്രസീവ് ആവുന്നുണ്ട് ചില സമയത്ത്. അഭിലാഷിന് വയ്യാതെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അഭിലാഷിനെ മൊത്തം നോക്കുമ്പോൾ താടിയും മൂട്ടി എല്ലാം കൂടി അഭിലാഷ് പറ്റ സൈഡായ പോലത്തെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഷാനവാസ് അത് വേറെ കച്ചറ. അതെ, അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സാധനം വന്നത്. അവര് തമ്മിലുള്ള അടി നമ്മൾ പറഞ്ഞല്ലോ, ഷാനവാസും ആര്യനും തമ്മിലുള്ള അടി. ഷാനവാസും ആര്യനും തമ്മിൽ ഫുഡ് കഴിക്കുമ്പോൾ പാത്രം കഴുകി വെച്ചതിന്റെ കണക്ക് പറഞ്ഞിട്ട് അവിടെ അപ്പൊ റിയാസ് ഇരിക്കുന്നുണ്ട്, ഗസ്റ്റ് ഇരിക്കുമ്പോ ഒന്നും റിയാസ് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അടി. ഇത് എന്താ അറിയോ, ഒരു ഹോട്ടലാണത്. ഏത് ഹോട്ടലിലാണ് ഇവരെല്ലാരും കൂടി ഇരുന്ന് കഴിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം സാബു ചേട്ടൻ വന്ന സമയത്തേ ഞങ്ങളെ പെട്ടി ബാഗും പ്രമാണം ഒക്കെ എടുത്ത് പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞു. പോയി പണി നോക്കാൻ പറഞ്ഞു, പോയി കൊടുത്ത്. എന്നിട്ട് മൂപ്പരന്നെ എന്ത് ചെയ്തറിയോ, ടോയ്ലറ്റ് പോയി ഫുള്ള് ടോയ്ലറ്റ് വൃത്തിയേടാക്കുക. എല്ലാം ഞങ്ങൾക്കുള്ള പണി അങ്ങേര് വെച്ചിട്ട് പോയി. അങ്ങനെ പിന്നെ അവര് ഫുഡ് കഴിക്കുമ്പോ ഒരാളെന്ത് ചെയ്യില്ല, വഴിക്ക് അടുപ്പിക്കില്ല. അങ്ങനെയൊക്കെയല്ലേ ഒരു ഹോട്ടലിനകത്ത് ഇല്ലേ? ഇത് ഒരുമാതിരി എന്താ പറയാ, ചലഞ്ചർ കയറിയ പോലെയാണ് പല സമയത്തും ഉമ്മാര് കാണിച്ചത്. അതിൻ്റെ ഇടയിൽ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീക്രട്ട് ടാസ്ക് അല്ല, ചുമ്മാ എല്ലാവർക്കും ഒരു പണി വെക്കാനും ഫണ്ട് ഉണ്ടാക്കാൻ. അത് റിയാസ് പിന്നെ അത് പിടിച്ചു വിട്ടോ. എനിക്ക് തോന്നുന്നു നാളത്തെ അത് ബിഗ് ബോസ് പറഞ്ഞല്ലേ കൊടുക്കാൻ വേണ്ടിട്ട്. അല്ല, അത് സീക്രട്ട് ടാസ്ക് വേറെ. അത് വൃത്തിയേടാക്കുന്നത് പണി കൊടുത്തത് GM-ന് പണി കൊടുക്കാൻ വേണ്ടിട്ട് റിയാസ് ജയിച്ച പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു റിയാസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് എപ്പിസോഡ് കുറച്ചെന്തായി ട്രാക്ക് കയറി. ഇനി ചിലപ്പോ ഇന്ന് രാത്രി നാളെ ആയിട്ട് എന്തുണ്ടാവും, റിയാസിന്റെ കുറച്ച് സാധനങ്ങൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ തോന്നിയോണ്ട് പറഞ്ഞോ, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആദിലിനെ കൊണ്ട് ഉപ്പിടിപ്പിച്ചു,
റിയാസ് ലക്ഷ്മിനെ വിട്ടപ്പോ തന്നെ ഏകദേശം റിയാസിന്റെ ബാക്കി ഗെയിമുകൾ ബാക്കി ഗെയിം അതായത് കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം, പുറത്തു പോയി ചപ്പും ചവറും മാരി എറിഞ്ഞു. ഇതെനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടോടെ കൊണ്ട് ലക്ഷ്മിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തൊന്ന് മാസാക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. കൊടുക്കാനുള്ള ആരെയും ബെഡ് വൃത്തിയാക്കിയ സാധനങ്ങൾ ഒരു സ്വർഗം കിട്ടിയ മാതിരിയാണ് ഡാൻസ്. ആരോട് എന്തെങ്കിലും അവരെ പറയാൻ നിക്കുകയാണ്, അത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വർമ്മൻ എഫക്റ്റാ. പിന്നെ ചാടി കയറി എന്താ ചെയ്യുന്നതൊന്നും ചെങ്ങായിക്ക് ഒരു പിടുത്തമില്ല. പിന്നെ ഉപ്പിന്റെ അടി ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ ഷെഫാണ്. അപ്പൊ അയാൾ ചെയ്യുന്ന ഒരു ജോലിക്കിന്റെ അകത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി വരുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. അതൊരു പ്രൊഫഷണൽ കൊണ്ട പോലെ. ആ ഗെയിം ആ ഒരു കിച്ചൺ എന്ന് പറയുമ്പോ അയാള് ഗെയിമിനേക്കാളൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നത്. അല്ല അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ആദിലിനോട്, ഈ ഗെയിം നിർത്തൂലോ, നീ കഴിഞ്ഞിട്ട് വരൂലോ, വെള്ളം ഒഴിക്കാനൊക്കെ പോയി തലേക്ക്. എനിക്ക് ഈ ലാസ്റ്റ് ഒരു സംഭവം കണ്ടപ്പോ ഇവരിനി എന്തൊക്കെ ഫൈറ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഇവരൊരു ഹ്യൂമാനിറ്റി ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ ജിസേലിന് വെയ്യ പറഞ്ഞപ്പോ അത്രയും അനുമോൾക്ക് ജിസേലിനെ കണ്ടാ പറ്റാത്ത ഓടി വന്നു. സീസൺ തുടങ്ങിയപ്പോ ശത്രുക്കളായിരുന്നവരൊക്കെ ഇപ്പൊ എന്തായി അത് ശ്രദ്ധിച്ചോളൂ, മിത്രങ്ങളായി തുടങ്ങി. ജിസേൽ അനുമോള് മിത്രായി, ഷാനവാസ് അക്ബർ, ഇനി അനീഷ് ഇത് അക്ബർ ഒനീല്, അങ്ങനെ ഓരോരുത്തർ തമ്മില് എന്തായി. അനുമോൾ ഓടി വന്ന് എനിക്ക് ഭയങ്കര പെട്ടെന്ന് വിളിക്കണം, ആരെങ്കിലും വിളിക്കി വെള്ളം കൊടുക്കുന്നൊക്കെ പറഞ്ഞതൊക്കെ അവരൊക്കെ ഉള്ളിലുള്ള ഇതൊക്കെ ആവും ചിലപ്പോ ഒറിജിനൽ ആയിട്ടുള്ള ആളുകൾ ഈ ഗെയിം ഉള്ളിൽ കയറുമ്പോഴായിരിക്കും ഇങ്ങനത്തെ. ഗെയിം മാത്രല്ല, നമ്മൾ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ചില കട്ടുകളൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ചിലപ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം കാണുമായിരിക്കും ഇവരുടെ ഇടയിൽ. അത് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് നമുക്കത് കാണിച്ചു തരണമെന്നില്ലല്ലോ, നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇരിക്കണം. നമുക്ക് കാണേണ്ടത് മെജോറിറ്റി തമ്മിലടിയും കച്ചറയാണല്ലോ. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ സംഗതികൾ വെച്ചിട്ടുള്ളത് കൂടുതലായിട്ട്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഇന്നും ഞാൻ പറയാലോ ടാസ്ക് കുതാഹവയാണ്. പിന്നെ സീക്രട്ട് ടാസ്ക് കൊടുത്തത് സീക്രട്ട് ടാസ്ക് എല്ലാം സക്സസ്ഫുൾ ആയി. അനീഷിനെ കൊണ്ട് പറയിക്കാൻ അനീഷ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഐ ലവ് യു പറയും. അത് ഐ ലവ് യു എന്ന് പറയുമ്പോ അത് റിയാസ് പറയിപ്പിക്കുമ്പോ നീ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി പ്രശ്നമൊക്കെ കാണുണ്ടോ ഇയാളൊന്നും എനിക്കറിയില്ല. രണ്ടാളെ അയാളെ വിഷയം എന്താ അറിയോ, ഐ ലവ് യു പറയാൻ പാടാണ്. അതാണ് അയാളുടെ പ്രശ്നം. ഫ്രണ്ടിനോടാണെങ്കിൽ പോലും ഐ ലവ് യു പറയാനൊക്കെ പാടാം. പക്ഷെ മലയാളത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും, പക്ഷെ ഇംഗ്ലീഷിൽ പറയില്ല, ആരിച്ചാലും പറയില്ല. അവരെ വേറെന്തെങ്കിലും ഉദ്ദേശത്ത് പറയിപ്പിച്ചാണോ അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലല്ല ഇത് അനീഷ് ഇത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നാളെ ഇത് പറയുമ്പോ അനീഷ് ഇതുമ്പോ കൊത്തും. മനസ്സിലായി അനീഷ ബുദ്ധി എവിടെ? അനീഷ് പറയും കണ്ടില്ലേ ഞാൻ അതാണ് പറയാതിരുന്നത്, എനിക്കറിയാമായിരുന്നു എന്ന് പറയും. ആ സാധനം അനീഷിലുണ്ട്, അനീഷ് അത് കൊത്തും. ഒരു ചെറിയ തെറ്റ് പറ്റി തോന്നി. കാരണം ടാസ്ക് കൊടുത്തെന്ന് വെച്ചാല് 5 പേരെ കൊണ്ട് വ്യത്യസ്ത ടൈമിൽ പാട്ട് പഠിക്കണം പറഞ്ഞു. പക്ഷെ റിയാസ് ഒറ്റയടിക്ക് ചെയ്യിപ്പിച്ചു. പക്ഷെ അപ്പൊ ടാസ്ക് തോറ്റല്ലോ. പറയാൻ പറ്റില്ല, രാത്രി ഇനി പഠിപ്പിക്കണ്ടെങ്കിലും വേറെ ചെയ്യിപ്പിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒറ്റയടിക്ക് ചെയ്യാൻ പാടില്ല. വേറെ സമയത്ത് 5 പേരെ കൊണ്ട് പാട്ട് പഠിക്കണം. അല്ല ഇനിയിപ്പോ ചെയ്യും, എന്നാലും റിയാസിന് കുഴപ്പമില്ലല്ലോ. പണി വരുന്ന വീട്ടുകാർക്കാണല്ലോ, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ട, അവർക്ക് നേട്ടം കൊടുക്കണ്ടായിരുന്നല്ലോ. ലാലേട്ടൻ വന്നിട്ട് എന്താ പറയണ്ടാവാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതിനിടയിൽ ഇത് ഒന്ന് ഗെയിം ഓളാക്കി, 2 വന്നോരഞ്ഞ് ലാലേട്ടൻ എന്ത് പറയുന്നു എനിക്കറിയില്ല. 3ാമത്തെ കാര്യം ഇപ്പോഴും പുകയുന്ന ഒരു സാധനം ഉണ്ട് അതിനകത്ത്. ഏതാ? ഷാനവാസിന്റെ വിഷയം. നെവിന്റെ ഷാനവാസിന്റെ വിഷയം ഇപ്പോഴും പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് നെവിൻ എന്തായാലും പുറത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. നെവിൻ ഇട്ടില്ലെങ്കിലും അത് ഷാനവാസ് അടിക്കും. മനസ്സിലായി? നെവിൻ അത് അല്ല, നെവിൻ പറഞ്ഞു നെവിൻ കൺഫെഷൻ റൂമിൽ കയറിയിട്ട് പറഞ്ഞു, ബിഗ് ബോസിനോട് പറഞ്ഞു നെവിൻ കരഞ്ഞിട്ടുണ്ട്. കൺഫെഷൻ റൂമിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നെവിൻ അത് മാറ്റി അടിക്കാതിരുന്നാലും ആ സാധനം ആരടിക്കും? ഷാനവാസ് ഉപയോഗിക്കും. ഷാനവാസിന് ആ സാധനം കാരണം ഷാനവാസ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ വർത്താനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിലൊരാളാ. അപ്പൊ നീച്ച് നിന്ന് ഷാനവാസ് എന്ത് ചെയ്യും? എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ലാലേട്ടനാണെങ്കിലും ഷാനവാസിന് ഒരു പ്രത്യേക റെസ്പെക്ട് ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള പോലെ. അതെ, ക്ലിയർ ക്ലാരിറ്റിയിൽ കാര്യം പറയില്ലേ എപ്പിസോഡിൽ. ഇപ്പൊ എന്തൊരു ഇഷ്യൂ ആണെന്നാലും അക്ബർ പറയൂ, ഒനീല് പറയൂ, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഒരു ഫയർ കിട്ടണമെങ്കിൽ അക്ബറിനോട് അതെ, അതങ്ങനെ ഈ പറയൂന്ന് എനിക്കറിയാലോ. അക്ബർ ഫാനാണല്ലോ. ഉത്തരം പറയാ അനീഷേട്ടൻ. അതെ, അക്ബർ ബിആർ, അനീഷ് ബിആർ പോരെ നിങ്ങൾക്ക് കൂടുതൽ അല്ലാന്ന് പറയാൻ പറ്റൂലല്ലോ. അക്ബർ ബിആർ നിങ്ങള് എനിക്കിഷ്ടമാണ്. എനിക്ക് പിന്നെ ഇഷ്ടമല്ല അനീഷ് ബിആർ ആണോ? അനീഷേട്ട ഗെയിം എനിക്ക് അടിപൊളിയല്ല. ഇവിടെ ഞങ്ങള് പി ആർ എന്നാണ് ഇങ്ങനെ പറയല്. പറയും അനീഷ് ബിആർ അല്ലേ? എനിക്ക് ഗെയിം ഇഷ്ടമാണ്. ഗെയിം ഇഷ്ടമാണ്.
പ്രശ്നം എനിക്കിഷ്ടം. അനീഷിന്റെ ഗെയിം ആദിലെ നോറയിൽ ആരെയും ഇഷ്ടം എനിക്ക്? എനിക്ക് രണ്ടാളും ഇഷ്ടമാണ്. ബട്ടർഫ്ലൈസ് അല്ലേ അതിലെ ആ കൂട്ടത്തിലേക്ക് ആദിലെ ഇഷ്ടം. ഇവരൊക്കെ ഓരോ PR ആണ്. ഞാൻ മാത്രമാണ് ഇപ്പോഴും ആളെ കിട്ടാതിരിക്കുന്നത് ഈ സീസണില്. ഞാൻ ഗിസൈലിൽ തുടങ്ങിയതാണ് അല്ലേ, മിസൈൽ തുടങ്ങി. എനിക്ക് വേണമെങ്കിൽ ഗിസൈലിനെ കണ്ടെടുത്താൻ കണ്ടു. ആരിനോ ഗെയിമൊക്കെ വിട്ടു, ഗിസൈലൊക്കെ പോയി, ഗിസൈല് ഫുള്ള് പോയി. എനിക്ക് എന്തെങ്കിലും ആണ്ട് ഗിസൈല് മറ്റേ ആരിന്റെ കേസിന് വന്നിട്ട് ശരിക്കും ആ സെക്യൂരിറ്റി AK-47 റഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുരന്തം. ഈ ടാസ്കില് അല്ല റിയാസ് സലീം എന്നൊരു ക്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. യു ആർ എക്സ് ബിഗ് ബോസ് ബിച്ച് ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. യു ആർ റിട്ടയർഡ് ബിച്ച്. ഇത് ചെയ്ത കഴിഞ്ഞ നിങ്ങൾ അങ്ങനെ ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട് ലൈവില്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ ഗിസൈല് കളിക്കണ്ടേ. ഗിസൈല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, മലയാളം ബിഗ് ബോസിന് കറക്റ്റ് ആയി. ഇപ്പോഴാണ് ആ റേഞ്ചിക്ക് ഇറങ്ങി. തുടക്കത്തിലൊക്കെ മൂപ്പത്തി ഹിന്ദി ബിഗ് ബോസ് കളിച്ചോണ്ടിരുന്നോണ്ട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. അത് മൊത്തത്തിലാണ് പോയി കിട്ടിപ്പോ. എന്തൊരു കഥയാന്ന് ആലോചിച്ച് നോക്കണേ. ഇനി എന്താണെങ്കിലും ഇപ്പോഴും ഗെയിം വരാത്ത ഒരേ ഒരാളെ അവിടെ ഉള്ളൂ കേട്ടോ. സാബുമാൻ അയാൾക്ക് സാധാരണ ഉണ്ടാവും, വോട്ട് കിട്ടും. അയാൾക്ക് ഗെയിം ചെയ്യാൻ അറിയില്ലെങ്കിൽ അവിടെ നിന്ന് അപ്പൊ ശോഭ ചേച്ചി ശോഭ പറഞ്ഞ പോലെ വെയിലും കൊണ്ട് കുറെ നിന്നുണ്ട് അയാള് പുറത്ത്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി ഞങ്ങള് നാളെ ഒരു കാര്യം ഹോണസ്റ്റ്ലി പറയാണ്, ലാലേട്ടൻ വരുന്ന ശനി ഞായറും മാത്രമാണ് പഞ്ചുള്ളത്. കപ്പ് 2 ഉണ്ടാക്കാൻ എല്ലാ പ്രാവശ്യം നമ്മളത് പറയലുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയി. അങ്ങനെ തന്നെയാണ്, വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞല്ലേ. ലാലേട്ടന്റെ വരവിന് കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതാണ് ലാലേട്ടൻ ഇൻട്രസ്റ്റ് പറയാൻ. ലാലേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ലൈഫിൽ സത്യം പറഞ്ഞാൽ എന്ത് തെറ്റാ ചെയ്യുന്നത്, എന്ത് കഴിയുമ്പോ ഞാനൊരു കഥാപാത്രം ചെയ്താൽ പോലും ഞാൻ ഇത്ര അവിഹിതം പറയാറില്ല. ലാലേട്ടനോട് വെള്ളിയാഴ്ച ശനിയാഴ്ച അവരോട് കഥ പറയുമ്പോ ഇന്നെന്താ ഫസ്റ്റ് അവിഹിതം, സെക്കൻഡ് അവിഹിതം. വിട്ടു. ഇപ്രാവശ്യം എന്താ പറയാനുള്ളത് പറയും. കമന്റ് ബോക്സിൽ ഒരു വട്ടം കണ്ടതാ ആര്യന്റെ ജാക്കി, മറ്റേ ഇത് എന്താ മറ്റേ ഷാനവാസിന്റെ പിടുത്തം, നെവിന്റെ പിടുത്തം ഷാനവാസിനെ. ഇതൊക്കെ എങ്ങനെടാ ലാലേട്ടൻ അങ്ങോട്ടാവും ചോദിക്കുക മറ്റേ ബിഗ് ബോസ് ടീമിനോട്, ഇന്നത്തെ ഫസ്റ്റ് അവിഹിതം എന്താ, സെക്കൻഡ് അവർക്ക് വേറെ ടാസ്ക് ഒന്നും ഇല്ലതുകൊണ്ടേ എന്താ ചോദിക്കാനുള്ളത്, ഫസ്റ്റ് അവിഹിതം സെക്കൻഡ് അവിഹിതം. നാളെ ലാലേട്ടൻ ചിലപ്പോ നല്ല മുണ്ടും ജിപ്പൊക്കെ കൊണ്ടുവരുമ്പോ ഇതൊന്നും വേണ്ട, ഞാൻ ഉള്ളിട്ട് പോയിക്കോളത്തൊക്കെ പറയാൻ എന്തിനാ ഇതൊക്കെ ഇട്ട് പോളി അറിയാം. അവസ്ഥ. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ഇനി ബാക്കി നാളത്തെ എപ്പിസോഡ്. നാളെ ഈ ടാസ്ക് തീരും. ഇനി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും, ഇതിന്റെ ബാക്കിയുള്ള അടികളായിരിക്കും. ഇതിലുണ്ട് ഉള്ളിലുണ്ടായ സംഭവങ്ങൾ വെച്ചിട്ട് ശരിക്കും അത് നല്ല കാര്യമാണ്. ഈ ഹോട്ടൽ ടാസ്കിൽ അടി ഉണ്ടായില്ലെങ്കിലും ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞിട്ട് ഈ ടാസ്കിനിടയിൽ ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ അപ്പൊ അത് ചെയ്തതിനെ പറ്റിട്ടൊക്കെ കുറെ സാധനങ്ങൾ ഉറപ്പല്ലേ, ആ സാധനങ്ങൾ വരണം. അത് നല്ലതാണ്. ഈ അവിഹിത കണ്ടന്റിനേക്കാൾ നല്ലത് ആ കണ്ടന്റ്. ടാസ്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ടാസ്കിനെ കുറിച്ചുള്ള അടി ഈസ് ഹെൽത്തി. അല്ല അത് എനിക്ക് തന്നെ തോന്നുന്നു, 2 അടി ഉണ്ടായതിന്റെ കേസാണെങ്കിലും അല്ലാണ്ട് പറയാൻ ഒരു രസം ഉണ്ടാവും. ഇതിപ്പോ അയാൾക്ക് പറയാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്തുന്നു.